തൃക്കാക്കര നഗരസഭയെ പിടിച്ചുകുലുക്കി ഓഡിറ്റ് റിപ്പോർട്ട്. വരുമാനമായി ലഭിച്ച 7.50 കോടി രൂപ നഗരസഭ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് ഓഡിറ്റ് പരിശോധനയിൽ കണ്ടെത്തിയത്. 2021 മുതൽ 361 ചെക്കുകളിൽ നിന്ന് ലഭിച്ച പണമാണ് അക്കൗണ്ടിലെത്താത്തത്. ഓഡിറ്റ് റിപ്പോർട്ടിന്റെ പകർപ്പ് 24 ലഭിച്ചു. 24 എക്സ്ക്ലൂസീവ്. UDF ഭരിക്കുന്ന തൃക്കാക്കര നഗരസഭയ്ക്കെതിരെ ഗുരുതരമായ ഓഡിറ്റ് പരാമർശങ്ങളാണ് വന്നത്. സംസ്ഥാനത്ത് തന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള നഗരസഭകളിലൊന്നാണ് തൃക്കാക്കര. 2021 മുതൽ 361 ചെക്കുകളിൽ നിന്ന് ലഭിച്ച 7.50 കോടി രൂപ നഗരസഭയുടെ അക്കൗണ്ടുകളിൽ എത്തിയിട്ടില്ല എന്നാണ് ഓഡിറ്റ് പരിശോധനയിൽ കണ്ടെത്തിയത്. 2023-24 സാമ്പത്തിക വർഷത്തിൽ 137 ചെക്കുകളുടെ പണവും അക്കൗണ്ടിൽ എത്തിയിട്ടില്ല. ഈ പണം ആര് വാങ്ങിയെന്നും എങ്ങനെ കൈകാര്യം ചെയ്തു എന്നതിലും നഗരസഭയിലെ അക്കൗണ്ട്സ് വിഭാഗത്തിന് മതിയായ തെളിവുകൾ ഹാജരാക്കാൻ സാധിച്ചിട്ടില്ല. പൊതുപണം വകമാറ്റി ചിലവഴിച്ചോ എന്നതാണ് സംശയം. ഇതിനു പുറമെ 2023 ഓണാഘോഷ പരിപാടികളിൽ വിവിധ കമ്മിറ്റികൾക്ക് 22.25 ലക്ഷം രൂപ പണമായി നൽകിയെന്നും ഈ പണം ആര് കൈപ്പറ്റിയെന്നതിന് തെളിവില്ല എന്നും ഓഡിറ്റ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. വെള്ളക്കടലാസിൽ വൗച്ചർ തയ്യാറാക്കി ഒരേ ആൾ തന്നെ ഒപ്പിട്ട് പണം കൈപ്പറ്റിയെന്നും കണ്ടെത്തിയിട്ടുണ്ട്. 10,000 രൂപയ്ക്ക് മുകളിൽ പണം കൈമാറണമെങ്കിൽ അത് അക്കൗണ്ടിലൂടെ നൽകണമെന്ന നഗരസഭാ ചട്ടങ്ങളുടെ ലംഘനമാണ് ഇവിടെ നടന്നത്. മരിച്ചവരുടെ പേരിൽ പെൻഷൻ വിതരണം ചെയ്യുന്നുണ്ട് എന്നും ഇക്കാര്യങ്ങളിൽ ഉദ്യോഗസ്ഥർക്ക് ജാഗ്രതക്കുറവ് സംഭവിച്ചുവെന്നും റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. അതേസമയം നഗരസഭയുടെ വിവിധ ആവശ്യങ്ങൾക്കായി ചെലവഴിച്ച പണത്തിന്റെ കണക്കുകൾ കൗൺസിലിൽ അവതരിപ്പിച്ചിട്ടില്ല എന്ന ആരോപണം പ്രതിപക്ഷവും ഉയർത്തുന്നുണ്ട്. കൃത്യമായ കണക്കുകൾ അവതരിപ്പിച്ചില്ല എങ്കിൽ നഷ്ടപ്പെട്ട പണം ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ശമ്പളത്തിൽ നിന്ന് ഈടാക്കാൻ നടപടി ആരംഭിക്കാനും ഓഡിറ്റ് വിഭാഗം ശുപാർശ ചെയ്തിട്ടുണ്ട്. എസ് ശ്യാംകുമാർ, 24, കൊച്ചി.